അത് തുഴഞ്ഞ് വന്ന് അവിടെ സൈഡാക്കിയിട്ടുണ്ട്. ഇനി വേറെ കയറാൻ പോവുകയാണ്. സൈഡിലൊക്കെ നടക്കാൻ അലൗഡ് ആണോ എന്നറിയില്ല. അതാരും ജസ്റ്റ് ചെയ്യുന്നത്. അടിപൊളി ഭംഗിയായിട്ട് ബാലൻസ് ചെയ്തിട്ട് വേണം കയറാൻ. എന്തെങ്കിലും കൂടി താഴെ വരും. അപ്പൂപ്പനും അമ്മയും ഒരു മോർണിംഗ് സഫാരിയൊക്കെ കഴിഞ്ഞിട്ട് വന്നതാണ്. തുഴയാൻ പോയിട്ട് കടിക്കാതെ അതിമനോഹരമായ ഒരു നടപ്പാതയാണ് കാണുന്നത്. ഇത് കൂടെ ഇടയ്ക്ക് ബസ്സൊക്കെ പോകുന്നതാണ്. പക്ഷെ വളരെ ക്ലീൻഡാണ് ഈ ഏരിയ. നോക്കിയേ, എൻ്റെ അപ്പുറത്തേക്ക് കയാക്കിങ്, നേരത്തെ നമ്മളവിടെ കണ്ട കയാക്കിങ്ങിൻ്റെ ടീമുകൾ അതിനുള്ളിൽ കൂടെ കയറി എൻ്റെ അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. എൻ്റെ എതിർവശത്തേക്ക് ഇത് ശുദ്ധജലമാണെന്ന് തോന്നുന്നുണ്ട്. ഇവിടുന്ന് എന്തൊക്കെയോ സെറ്റപ്പുകൾ വഴി വെള്ളം ഒഴുക്കി. ഇതുണ്ടോ, ഇതെന്താ അതിൻ്റെ ഡിഫറൻസ് എന്ന് എനിക്കറിയില്ല. പല രീതിയിൽ സെറ്റപ്പാക്കിയിട്ട് വെള്ളം ഇടുന്നു. അതൊക്കെ താഴത്തോട് ഇട്ടുകൊണ്ടിരിക്കും. ഇതിൻ്റെ ഇടവഴി ഗ്രില്ലൊക്കെ ഇട്ട് വെച്ചേക്കുക. എന്താ സംഭവം എന്ന് അറിയത്തില്ല. പവറാ എവിടെ? ആ ആ ആ ആ ഓ വെള്ളം കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന പരിപാടിയാട്ടോ. ഇത് എനിക്കറിയില്ല. എന്തായാലും കൊള്ളാം, നല്ലൊരു സെറ്റപ്പാണിത്. അതൊരു ചുഴി മാതിരി പല സെറ്റപ്പുകളിൽ വെള്ളം കറക്കിയും തിരിച്ചൊക്കെ കറങ്ങി തിരിഞ്ഞാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഉണ്ടോ? ഇത് മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ അകത്തേക്ക് മീൻ പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പിന് വേണ്ടിയിട്ട് എങ്ങാണ്ടാണ് ഇത് പെട്ടെന്ന് മേലോട്ടേക്ക് പ്രവേശിക്കാൻ സാൽമൺ. അങ്ങനെ പറയ്. ഇത് നമ്മളെ സാൽമൺ ഫിഷിന് സഞ്ചരിക്കാനും കൂടി കണക്കാക്കിയിട്ടുണ്ടാക്കിയൊരു സെറ്റപ്പാണ്. ഇച്ചിരി വൈഡാക്കിയിട്ട് ഉണ്ട്. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് പല രാജ്യത്തു നിന്ന് ഇവിടെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. വരുന്നവരൊക്കെ ഇതിനെ പറ്റിയിട്ട് മനസ്സിലാക്കിയിട്ടൊക്കെ വരുന്നതാണ് തോന്നുന്നത്. എനിക്കൊന്നും ഇതിനെ പറ്റി വലിയൊരു ഹൈയില്ല. ഡീറ്റെയിൽസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അഡ്വാൻറ്റേജ് ടേക്കിംഗ് ഫോർ ദ ഫേവറബിൾ കണ്ടീഷൻ ഓഫ് ദ എസ്റ്റാബ്ലിഷ്ഡ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചേക്കും. 1975 നിർമ്മിച്ചതാണത് ഈ ഏരിയ.
നേരത്തെ കണ്ട കറണ്ട് ഉൽപ്പാദിപ്പിച്ചതിൻ്റെ ശേഷമുള്ള വെള്ളം നേരെ കടലിലേക്ക് ഒഴുക്കി വിടുന്ന ഇവിടേക്കാണ് വന്ന് ചേരുന്നത്. ആ പോണ അരയനാണ് നേരത്തെ നമുക്ക് കൈയൊക്കെ തന്നു പോയത്, ഒരു കടിയൊക്കെ തന്നു പോയത്. ഇത് സൺബാത്ത് ചെയ്യാനുള്ള ഏരിയ ആണ്. സമ്മറിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ബാത്തിങ് കാണാൻ വേണ്ടി പറ്റും. ഒരു നങ്കൂരം ഈ സ്റ്റാച്ചു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇത് പഴയകാല നിർമ്മിതികളിൽപ്പെട്ടൊരു ബിൽഡിംഗ് ആണ്. അതിനോട് ചേർന്നുകൊണ്ട് ഇവിടെ ബോട്ടുകളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മേലെ രണ്ടാൾക്കാർ മെയിൻ്റനൻസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ പായക്കപ്പലാണെന്നാണ് തോന്നുന്നുണ്ട്. അതിൻ്റെ മേലോട്ടുള്ള വള്ളിയൊക്കെ കണ്ടിട്ട് എന്തോ മത്സരത്തിനൊക്കെ പോണ പരിപാടിയാണെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും കൊള്ളാം. എന്തായാലും നല്ല രസമല്ലേ കാണാൻ ഈ ഒരു ഏരിയ.